വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ നാളുകൾക്ക് ശേഷം, കുറേ നാളൊന്നും ആയില്ല, ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടു കാണും. വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് എന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞാൽ അത് കള്ളമെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഇത് വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു ഐഡിയ അല്ല. പിന്നെ ചിലപ്പോൾ ഇത് കുറച്ച് ഫ്രഷ് ആയിരിക്കും, കാരണം ഇങ്ങനെ ഒരു വാട്ട്സ് ഇൻ മൈ ബാഗ് ആരും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ബാഗ്, ഞാൻ വർക്കിന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന എൻ്റെ ബാഗ് ഇനി ഞാൻ വിചാരിച്ചൊന്ന് കഴുകിയേക്കാന്ന്. ബിക്കോസ് നമ്മുടെ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു മണമൊക്കെ എൻ്റെ ബാഗിലുണ്ട്. അപ്പോൾ എനിക്കതുകൊണ്ട് പോകുമ്പോൾ ഭയങ്കര ഓഫുള്ളായിട്ട് തോന്നി. അപ്പോൾ കഴുകാമെന്ന് വിചാരിച്ചു. എൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ബിക്കോസ് ഒരു 2 വർഷമായിട്ട് ഞാൻ അതിനകത്തിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ എൻ്റെ ബാഗിലുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എൻ്റെ ചാർജർ ഉണ്ടാവും, ഫുഡ് കൊണ്ടുപോകുന്ന എൻ്റെ ബോക്സസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കിതൊരു വീഡിയോ ഒക്കെ എടുത്തുകൂടാ. ബിക്കോസ് നിങ്ങൾക്കൊക്കെ ആഗ്രഹം കാണുമല്ലോ, UK വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാർ എന്തായിരിക്കും ബാഗിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുന്നതാണ്. എല്ലാവർക്കും ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കാണുമായിരിക്കും. എനിക്ക് തോന്നാറുണ്ട് ചിലരുടെയൊക്കെ വലിയ ബാഗും കൊണ്ട് പോകുമ്പോൾ അവരെന്തുമായിരിക്കും ഈ പൊതിഞ്ഞ് കെട്ടി ജോലിക്ക് കൊണ്ടുപോകുന്നതെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതൊരു കണ്ടന്റ് ആക്കാം, ഫ്രഷ് ഐഡിയ. അപ്പം ഞാൻ ഇന്ന് അതാണ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ദിസ് വീഡിയോ. ആൻഡ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ക്ലീഷേ ഡയലോഗാണ് എന്നാലും പറയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. എനിക്ക് ഈ ഫ്ലോ ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ഇത് പറഞ്ഞ് ശീലം കുറവായതുകൊണ്ട് പെട്ടെന്ന് നല്ല ഫ്ലോയിലൊന്നും വരില്ല. എന്നാലും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. എന്നിട്ട് അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണം. ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് പറയാൻ എനിക്കറിയാലോ. താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് സജഷൻസ് ഉണ്ട്, ഇവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതിന് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം അപ്പം നമുക്ക് വേറൊന്നുമില്ല, വീഡിയോയിലേക്ക് പോകാം. പോയിട്ട് എൻ്റെ ബാഗ് എടുത്തോണ്ട് വരാം. ബാഗ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വർഷങ്ങളായിട്ട് വെള്ളം കാണാൻ കിടന്ന ഒരു ബാഗാണ്. എടുത്തോണ്ട് വരാവേ. സോ ഗൈസ്, ഇതാണ് ഞാൻ 2021 നാട്ടിൽ നിന്ന് UK വന്നപ്പം ആമസോണിൽ നിന്ന് വാങ്ങിച്ച ബാഗാണ്. വളരെ ഇഷ്ടപ്പെട്ട്. ബാഗിൻ്റെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും, വലിയ ചീഞ്ഞൊന്നും ബാഗൊന്നും അല്ല. പക്ഷെ ഇതിന് നല്ല ചിക്കൻ കറിയുടെ മീൻ കറിയുടെ ഒക്കെ മണമുണ്ട്. ഇതും കൊണ്ട് നമ്മൾ ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ചെല്ലുമ്പോഴേ അവർ ചോദിക്കും, അമലു ഹാവ് യു ഹാഡ് എ നൈസ് കറി ടുഡേ. ഇതാണ് അവർ ചോദിക്കാൻ പോകുന്ന ചോദ്യം. അങ്ങനെ പലതവണ ചോദ്യം കേട്ട് ഞാൻ മടുത്തു ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്ന് എനിക്ക് ഓഫാ, ബാഗ് ഒന്ന് വൃത്തിയാക്കിയേക്കാം, കഴുകി ഒന്ന് ഉണക്കിയെടുക്കാണ്. അപ്പം ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ, ഈ ബാഗിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് ഉത്തരവാദി ഞാൻ തന്നെയാണ്. കാരണം ഞാനാണ് ഇത് ഉപയോഗിക്കുന്നത്, വേറെ ആരും ഉപയോഗിക്കാറില്ല. പക്ഷേ ഇത് ഞാൻ വർക്കിന് പോകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ബാഗാണ്. പണ്ട് യൂണിവേഴ്സിറ്റിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ ഇത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ധകാലത്ത് തൊട്ടുള്ള സാധനങ്ങൾ ഇതിലുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിലുള്ള 1-2 സാധനങ്ങളെ കുറിച്ച് മാത്രമേ എനിക്ക് ബോധമുള്ളൂ. ബാക്കി ഒരു സാധനം എന്നാന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഞാൻ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി തള്ളി വിടുന്നതല്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ബാഗ് ഞാൻ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടില്ല. സോ ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷ ഉണ്ടെങ്കിൽ അതിനേക്കാൾ ആകാംക്ഷയാണ് എനിക്ക്. അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ബാഗിൻ്റെ 2 പൗച്ചിൽ നിന്ന് തന്നെ തുടങ്ങാം, ഈ 2 സൈഡിലുള്ള സാധനങ്ങളിൽ നിന്ന്. അപ്പം ഈ പൗച്ച് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ റെയിൽവേ ട്രാക്കിൽ പെട്ട പോലത്തെ എൻ്റെ ഒരു ഹാൻഡ് ക്രീമാണ്. ഇവിടെയുള്ളവർക്ക് അറിയാം, നമ്മൾ തണുപ്പൊക്കെ ആകുമ്പോഴത്തേക്കും കയ്യിൽ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ സ്കിന്നൊക്കെ പൊട്ടുകയും കൈ ഡ്രൈ ആവും, സ്കിന്ന് ഡ്രൈ ആവും. അപ്പം ഞാനിത് ഗാർണിയറിൻ്റെ സൂപ്പർ ഫുഡ് 48 hours റിപ്പയറിംഗ് ബാമേ, ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇത് ഗാർണിയറിൻ്റെ 48 hours ഹാൻഡ് സൂപ്പർ ഫുഡ് റിപ്പയറിംഗ് ബാമാണ്. ഇത് നല്ലൊരു ഹാൻഡ് ക്രീം ആട്ടോ. UK ആരെങ്കിലും ഉണ്ടെങ്കിൽ, UK നാട്ടിലുള്ളവർക്കും ഈ കൈ ഡ്രൈ ആവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോളാം. എൻ്റെ ഫ്രണ്ട് സോന ഈ സാധനം ഉപയോഗിച്ചിട്ട്, എൻ്റെ കയ്യിൽ നിന്ന് ഉപയോഗിച്ചിട്ട് അവൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പം സോന ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ഇടുക. ബിക്കോസ് അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഞാൻ കള്ളത്തരം പറഞ്ഞ് തള്ളി വിടുന്നതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാധനം. അപ്പം ഞാൻ ഇവിടെ വെക്കാവേ. അപ്പം ഇനി അടുത്ത സാധനം നോക്കാം. വായിൽ മുടി കയറി, സോറി ഗൈസ്. അപ്പം അടുത്ത സാധനം നോക്കാം. ഇത് എന്തൊക്കെയുണ്ട്. ഇത് എൻ്റെ ലിപ് ബാമാണ്, ദൈഗയുടെ. ഇതിൻ്റെയും അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമാണ്. ഇതൊക്കെ ഏതുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു കേട്ടോ. ഇത് ഇവിടെയായിരുന്നു, എൻ്റെ യൂണിഫോമിൻ്റെ പോക്കറ്റിലാണെന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇതിൽ ലിപ് ബാം ഉണ്ടോ എന്ന് നമ്മൾ മറ്റേ ലെൻസ് വെച്ച് നോക്കണം. അത്രയ്ക്കും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ്. ഇത് ഞാൻ കഴിഞ്ഞ ജൂണിൽ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് കൂടി 2 ഉണ്ടായിരുന്നു, ഒരെണ്ണം എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇത് ദൈഗയുടെ ലിപ് ബാം. ഇതെനിക്ക് എൻ്റെ ഫേവറേറ്റ് ആട്ടോ. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം തൊട്ട് ഉപയോഗിച്ചിരുന്ന ലിപ് ബാമാണ്.
ഇതിൻ്റെ എന്നാന്ന് വെച്ചാൽ കുറേ നേരം നമ്മുടെ ചുണ്ട് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കും. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഓരോ ലിപ് ബാം ഒന്നും ഉപയോഗിച്ചിട്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം പെട്ടെന്ന് അങ്ങ് സ്കിൻ പിന്നെ ചുണ്ട് ഡ്രൈ ആവും പെട്ടെന്ന്. പക്ഷെ ഇതാണെങ്കിൽ കുറച്ച് ഹൈഡ്രേഷൻ കൂടുതലുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഉള്ളതാണ് ഒരു സ്ട്രക്ചർ, ചെറുതാണ്. ഇത് എന്തിനാണ് എൻ്റെ അടുത്തേക്കെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ചില സമയങ്ങൾ എനിക്ക് ഇതുകൊണ്ട് ആവശ്യം വരാറുണ്ട്. അതായത് ഞാൻ ചിലപ്പോൾ ഈ ഡിസ്കോ റബ്ബറൊക്കെ ഇട്ട് മുടി കെട്ടിപ്പോവും. അവിടെ ചെന്ന് ഒരു 2-3 നടപ്പ് നടന്നു കഴിയുമ്പോഴത്തേക്കും ഡിസ്കോ റബ്ബർ പൊട്ടിപ്പോവും. അപ്പം അങ്ങനെയുള്ള സമയങ്ങൾ എൻ്റെ മുടി ഒതുക്കാനാണ് ഇത് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ എന്തെങ്കിലും ഒന്നുമില്ല കാശ് ഉണ്ട്, എന്തോ ഓറഞ്ചിൻ്റെ ഒക്കെ കുരുവൊക്കെ ഉണ്ട്, തിന്നിട്ട് ഇതിനകത്ത് തന്നെ ഇടുന്നതാണ്. സോറി. പിന്നെ അപ്പുറത്തെ കള്ളിയിലേക്ക് പോവാം. അപ്പുറത്തെ കള്ളിയിലും ഫസ്റ്റ് ഞാൻ കൈ തുടച്ചിട്ട് വെച്ചേക്കുന്ന ടിഷ്യൂ ആണ്. ഇത് നമ്മുടെ വെറ്റ് വൈപ്സ് ആണ്, ടിഷ്യൂ അല്ല, വെറ്റ് വൈപ്സ് ആണ്. ഞാൻ എപ്പോഴും ജോലിക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു ഡിവൈസ് ഉണ്ട്, ആ സാധനം എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കൈമാറി കിട്ടുന്ന സാധനം കൊണ്ട് ഞാൻ എപ്പോഴും വെറ്റ് വൈപ്സ് വെച്ചിട്ട് തുടയ്ക്കാറുണ്ട്. അപ്പം അത് തുടച്ചിട്ട് ബാഗിൻ്റെ കള്ളിയിൽ തന്നെ ഇടുന്നതാണ്. അത് ഇതുപോലത്തെ ആക്രി സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും ഗൈസ്. ഐ എം റിയലി സോറി, എനിക്ക് പോലും അറിയത്തില്ല. നിങ്ങൾ വിചാരിക്കരുത് ഞാനിങ്ങനെ വൃത്തിയില്ലാത്തൊരു കുട്ടിയാണ്. അല്ല, വിചാരിച്ചാലും ഞാൻ ഒന്നും പറയാനില്ല, കാരണം എനിക്കതൊന്നും ചെയ്യാനില്ല. പിന്നെ ഉള്ളതാണ് ഇത് ഞാൻ വന്ന വർഷം കൊണ്ടുവന്നതാണ് എംകഫീൻ്റെ ഒരു ലിപ് ബാം. ഈശ്വര, ഇതൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ലിപ് ബാമിൻ്റെ പെട്ടി മാത്രമേ ഉള്ളൂ, കളയണം. അപ്പോൾ ആക്രി നമ്പർ 2 അതങ്ങോട്ട് ഇരിക്കട്ടെ. ഇനി എൻ്റെ ആ കള്ളിയിലും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ 2 പൗച്ചും നമ്മൾ എംപ്റ്റി ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ട് ഇവിടെ ഒരു കള്ളിയുണ്ട്, ഇതിലേക്ക് പോകാം. ഇത് ആക്ച്വലി ഇവിടെ ഒരു കീ ചെയിൻ ഉണ്ടായിരുന്നു ഗൈസ്. അത് ഇതിൻ്റെ ഒരു ഉണ്ണീശോയുടെ പടമുള്ളതായിരുന്നു. പടമല്ല, ഉണ്ണീശോയുടെ ലോക്കറ്റ്. അതിന് ഉണ്ണീശോ ഇതിൻ്റെ അകത്ത് എവിടെയോ കിടപ്പുണ്ട്, കാരണം പൊട്ടി പറഞ്ഞെടുത്ത് ഇതിനകത്ത് ഇട്ടതാ. ഇവിടെയാണോ മുകളിലാണോ എന്ന് എനിക്കറിയത്തില്ല, എവിടെ ഉണ്ട് ഏതായാലും. ഇതെനിക്ക് ആക്ച്വലി ഈ ലോക്കറ്റിനൊരു കഥയുണ്ട്. ഇത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത്, ഇന്ത്യയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്കൂളിലെ എൻ്റെ പ്രിൻസിപ്പൽ അച്ഛൻ്റെ കയ്യിലിരുന്നുള്ള കീ ചെയിൻ ആയിരുന്നു. അപ്പം അച്ഛൻ്റെ കയ്യിൽ നിന്ന് എനിക്കത് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അച്ഛനോട് ചുമ്മാ ചോദിച്ചു, അച്ഛാ എനിക്കത് തരാമോന്ന്. അപ്പം അച്ഛൻ പറഞ്ഞ അയ്യടി മാമി തരത്തില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഞങ്ങൾ പോരുന്ന സമയത്ത് അച്ഛൻ എനിക്ക് ഈ സാധനം തന്നതാണ്. അപ്പം ഞാനത് ഇപ്പോഴും എൻ്റെ കൂടെ സൂക്ഷിച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഉണ്ണീശ പൊട്ടിപ്പോയി ഞാൻ അവിടെ എടുത്ത് വെച്ചേക്കും. ഇനി ഇതിനകത്ത് ഫസ്റ്റ് പാരസിറ്റാമോള്, അതിനകത്ത് ഭാഗ്യം 2 ടാബ്ലറ്റ് ഉണ്ട്. പിന്നെ ബാക്കിയിലേക്ക് പോകുന്നതിന് വേണ്ടി ഞാൻ പറയാം, എൻ്റെ ഈ ബാഗിൽ ഏറ്റവും കൂടുതലുള്ളത് മിക്കവാറും മെഡിക്കേഷൻ സാധനങ്ങളായിരിക്കും. അതായത് ടാബ്ലറ്റ്സ്, പിന്നെ പെയിൻ റിലീഫ് ജെല്ല്, മറ്റേ ബാൻഡ്, അങ്ങനെ സാധനങ്ങൾ, ബാൻഡേഡ്, അങ്ങനെ സാധനങ്ങളൊക്കെ കാണും. ബിക്കോസ് ഞാൻ എപ്പോഴും ഈ സാധനങ്ങൾ കൊണ്ടു നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നവർ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ ആദ്യം ഓടി വരുന്നത് എൻ്റെ അടുത്തായിരിക്കും. എന്തെങ്കിലും അതിനുള്ള എന്തെങ്കിലും കാണുമെന്ന് അവർക്കറിയാം. അപ്പോൾ അത് പാരസിറ്റാമോള്. പിന്നെ ഈശ്വര, ഇത് ഏത് രാജ്യത്തെ ഓക്കെ സോറി, ഇത് ഇവിടുത്തെ തന്നെയാണ്. ഒരു 50 പെൻസ് ഉണ്ട്. ഇത് ഇവിടുത്തെ കോയിനാണ് കേട്ടോ, 50 പെൻസ് ആണ്. നാട്ടിലെ 50 പെൻസ് ആണ്, നാട്ടിലെ 50 രൂപയാണ്. പിന്നെ ഈ കള്ളിയിലൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്തത് ഈ കള്ളിയാണ്. കള്ളിയിൽ തന്നെയല്ലേ നിങ്ങൾ പറയാം. ആദ്യം പറഞ്ഞ സാധനം ചാർജർ. ഇത് ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടത്തിൽ ഞാൻ കൊണ്ടുപോകും. കാരണം എൻ്റെ ഫോണിൽ ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ചാർജ് പോകും. ഞാൻ ഫോണിൽ തന്നെ വീഡിയോസ് എടുക്കുന്നത്. അപ്പം എനിക്ക് എപ്പോഴും ചാർജറിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ചാർജറുണ്ട്. ഇതിനകത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാണാനുള്ളത്. ദൈവമേ, എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട് ഇത് കണ്ടിട്ട്. ഇത് ചുയിങ്കാണേ. ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് 1, 2, 3, 4, 5 എണ്ണം ഉള്ളൂ കേട്ടോ. നോക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളത്. എനിക്ക് തോന്നുന്നു 5 ചുയിങ്കോ ഉള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു 4-5 മാസം മുന്നേ ഞാൻ വാങ്ങിച്ചതാണ്. പ്രൈമാർക്കിൽ നിന്ന് മേടിച്ചതാണ്. ഇതുണ്ട്, ഞാൻ വല്ലാത്ത ചവയ്ക്കാറുള്ളൂ, ബോറടിച്ചിരിക്കുന്നു. പിന്നെ ഉള്ളത് ഇത് വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സ്നാക്സിൻ്റെ ഒരു ഐറ്റമാണ്. റോസ്റ്റഡ് സാൾട്ടഡ് കാഷ്യൂസ് സ്റ്റോക്ക് വെല്ലിൻ്റെ ആണ്. എക്സ്പയറി ഒക്കെ കഴിഞ്ഞാണോ? അല്ല 13 ഈ മാർച്ച് 13 തീയതി വരെ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇത് തണുത്തു പോയി, കാരണം ഞാൻ ഇത് കൊള്ളില്ല, കളയണം. ഇത് കാരണം തുറന്നിരിക്കുമായിരുന്നു, കുറേ നാളായിട്ട് എൻ്റെ ബാക്കി കിടക്കുന്ന സാധനം. പിന്നെ അടുത്താണ് മെഡിക്കേഷൻ ഐറ്റംസ്. ബാൻഡേജ്. ഇത് എന്നത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ സ്പീഡിൽ നടന്നു പോകുമ്പോൾ എനിക്ക് ഈ ആടിപ്പാടി നടക്കുന്ന ഒരു അസുഖമുണ്ട്. അപ്പോൾ കൈ എവിടെയെങ്കിലുമൊക്കെ ഇടിക്കും, ഞാൻ അറിയത്തില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, ഇത് ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മുറിവ് ഉണ്ടാവാറുണ്ട്. കുറേ കഴിഞ്ഞിട്ട് ചോര വരുമ്പോഴായിരിക്കും ഞാനിത് അറിയുന്നത്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ എമർജൻസിക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ് ബാൻഡേഡ്. ഇനിയുണ്ട് വോളിനി. ചിലർക്കെങ്കിലും അറിയായിരിക്കും, ഞാൻ നഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് കുറേ നേരം പണിയെടുത്ത് കഴിയുമ്പോൾ കൈകാലുകളിൽ പേശി വേദന,
അങ്ങനെയുള്ള കുറേ അസുഖങ്ങളുണ്ടാവും. അപ്പം എനിക്കിത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ പല വകഭേദങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. വോളിന് ഇത് തീരാറായതാണ്. ഞാൻ നാട്ടിൽ വന്നപ്പോൾ കൊണ്ടുവന്ന സാധനമായിരുന്നു ആദ്യം വന്നപ്പോഴേ. പിന്നെ ഇതാ ബാൻഡേജിൻ്റെ പാക്കിങ്ങിന് ചാടിപ്പോയതാ ഗൈസ്. ബാൻഡേജ് തന്നെ കേട്ടോ. ബാൻഡേജിൻ്റെ പാക്കിങ് ചാടിപ്പോയതാണ്. തിരിച്ച് വെച്ചേക്കാം. പിന്നെ ഇപ്പുറത്തെ കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിക്സിൻ്റെ ഇത് ആദ്യം എനിക്കൊരു ചെറുതായിരുന്നു. സോറി ഗൈസ്, എക്സ്ക്യൂസ് മീ. വിക്സ് ഇത് ആദ്യം എൻ്റെ ഒരു ചെറുതായിരുന്നേ. അതെനിക്ക് തികയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഒരു വലുത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എടുത്ത് ബാഗ് വെച്ചതാണ്. ഇത് ഇത്രയും യൂസ് ചെയ്തതാണേ. പിന്നെ ഇത് ഒമാനിലെ കറൻസി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. ഇത് ഒരു റിയാല്. ഇതെല്ലാം ഒരു റിയാലാണ്. ഇത് പുതിയ റിയാലും ഇത് പഴയ റിയാലും തോന്നുന്നു. അല്ലെങ്കിൽ ഇത് പുതിയ റിയാലും ഇത് പഴയ റിയാലും ആയിരിക്കും. ഇത് ഒമാനിലെ കറൻസിയാണ്. ഇത് ആക്ച്വലി നെവിൻചേട്ടൻ നാട്ടിൽ പോയിട്ട് വന്നപ്പം കൊണ്ടുവന്നത് എനിക്ക് തരാമോ എന്ന് ചോദിച്ചിങ്ങനെ എടുത്തതാണ്. എരന്ന് വാങ്ങിച്ചതാണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ കളക്ട് ചെയ്ത് വയ്ക്കുന്നത് ആണ്. പിന്നെ ഇത് എൻ്റെ ഇവിടുത്തെ ID കാർഡാണ്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, നമ്മൾ UK യിലുള്ളവർക്ക് റെസിഡൻസ് പെർമിറ്റ് BRP കാർഡ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. അതാണിത്. ഇത് പക്ഷേ ഈ മാർച്ച് വരെ ഉപയോഗമുള്ളൂ. അത് കഴിയുമ്പം ഇതിന് ഉപയോഗമില്ല. എല്ലാം E-Visa ഒക്കെ ആക്കി. പിന്നെ ഇത് ഇവിടുത്തെ എൻ്റെ ബാങ്കിലെ ATM കാർഡ്. അടുത്തത് വോളിനിയുടെ ഒരു വകഭേദമാണ് റിമൂവ്. ഇത് ആക്ച്വലി എൻ്റെ അമ്മയ്ക്ക് സന്ധിവാതം വന്നപ്പം ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തതാണ്. ഇതും ഏകദേശം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടൊരു ജെല്ലാട്ടോ. വോളിനേക്കാളും എഫക്റ്റീവായിട്ടൊരു ജെല്ലാണ്. പെട്ടെന്ന് വേദന പോകും. അപ്പം അതിനുള്ളതാണിത്. ഇത് ഏതോ കാലത്തെ ഇത് മെറ്റി ചേച്ചിയുടെ ലിപ് ലൈനറാണ്. മെറ്റി ചേച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, ചിലപ്പോൾ അറിയായിരിക്കും. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ. ആ വീഡിയോയിൽ ചേച്ചി എൻ്റെ കൂട്ടത്തിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നാൽ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ചേച്ചിയുടെ ലിപ് ലൈനറാണിത്. എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അന്ന് എടുത്തതായിരുന്നു. അന്ന് യൂണിവേഴ്സിറ്റി പോയിക്കൊണ്ടിരുന്നത്. അതായത് 2021-22 കാലഘട്ടത്തിൽ എടുത്ത് ബാഗിലിട്ടുന്ന സാധനമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. ഇത് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന പോലും എനിക്കറിയാൻ വയ്യ. പിന്നെ ഇതിനകത്ത് ഈ വല പോലത്തെ സാധനം കേട്ടോ ഞാനിപ്പോൾ ഒഴിവാക്കിയത്. ഇത്ര സാധനങ്ങൾ അതിനകത്തായിരുന്നു. ഇനി താഴേക്ക് പോവാം. ഇതെൻ്റെ കണ്ണാടിയുടെ പൗച്ചാണ്. പിന്നെ ആദ്യം കാണിച്ച വെറ്റ് വൈപ്സ് ഇതിനകത്തുനിന്ന് പോയതാണ്. ഞാൻ എപ്പോഴും ഇത് കയ്യിൽ കൊണ്ടു നടക്കും. എനിക്കിപ്പോൾ എപ്പോഴും ആവശ്യമുള്ള സാധനമാണ്. കാരണം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഇവിടെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, സ്കിൻ ഇൻഫെക്ഷൻസ്, അലർജീസ് ഒക്കെ ഒരുപാട് വരും. അപ്പം എപ്പോഴും കൈ ഒന്ന് വൃത്തിയാക്കി വയ്ക്കാം. ഇപ്പോൾ കൈ കഴുകാൻ സാഹചര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കൈ കഴുകാൻ വേണ്ടിയിട്ടല്ല, വൃത്തിയാക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതൊരു ചെറിയ ഡയറി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് മറ്റേ സ്റ്റിക്കിംഗ് നോട്ട്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനമാണ്. ഇതിൽ ഇതിന് ഞാൻ എഴുതിയേക്കുന്ന കണക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്കറിയാം. ഇത് കുറേ നാളായിട്ട് എടുക്കാത്തതാണ്. ഇത് എഴുതിയേക്കുന്ന കണക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇവിടുത്തെ ബില്ല്, കറണ്ട് ബില്ല്, വാടക, കൗൺസിൽ ടാക്സ്, വൈഫൈ, എത്ര രൂപയാണ് അടയ്ക്കുന്നത്. അത് തന്നെ എല്ലാ പേജിലും അതൊക്കെ തന്നെയാണ്. എൻ്റെ ഇവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഓരോ മാസം എത്ര രൂപയാവും എന്നുള്ളത്. പിന്നെ ഇതെൻ്റെ കുടയുടെ കവറാണ്. കുട എന്തെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എവിടെയോ ഉണ്ടെങ്കിൽ തൊപ്പി എടുത്ത് കാണിച്ചു തരാം. ഇത് കുടയുടെ കവറേ. അമ്മേ അടുത്തു. അടുത്തത് ഇത് അടുത്ത ടാബ്ലറ്റ്. ഇത് വന്നിട്ട് ഹെയർ ഫീവർ എന്ന് പറഞ്ഞിട്ട്, ഇവിടെ ഈ വിൻ്റർ ആകുമ്പോൾ നമുക്ക് ഒരു അലർജി പോലത്തൊരു സംഭവമാണ്. ഈ നമുക്ക് ദേഹമെല്ലാം ചൊറിയുക, തുമ്മൽ, അങ്ങനത്തെ അസുഖം വരും. അപ്പോൾ അതിൻ്റെ ടാബ്ലറ്റ് ഇതും 1 വർഷം മുന്നേ കണ്ട് ഞാൻ മേടിച്ചതാന്ന് തോന്നുന്നു. ഇനി 2 ടാബ്ലറ്റ് ഇതിലുള്ളൂ. അപ്പം ഇതും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കള്ളി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറാണ്. ഇതിനകത്തേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണിക്കാൻ. അടുത്ത കളികളിലേക്ക് പോകുമ്പോൾ ഒന്നും കാണില്ല. ഇത് എൻ്റെ ഇവിടുത്തെ പേ സ്ലിപ്പാണ്. ഏതോ ദിവസം കിട്ടിയതാണ്. ഇത് എൻ്റെ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന ചേട്ടൻ്റെ ഉണ്ട്. അപ്പം ഇത് ഏത് മാസത്തെ ആണെന്ന് എനിക്ക് കഴിഞ്ഞ മാസത്തെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എടുത്ത് വെക്കാൻ സമയം കിട്ടിയില്ല, ബിസി ആയിപ്പോയി, സോറി. പിന്നെ എൻ്റെ ഇംഗ്ലീഷ് മരുന്ന് മാത്രമല്ല, ആയുർവേദം, ലാടവൈദ്യം എല്ലാം ഉണ്ട്. ഇത് വന്നിട്ട് ഇത് മറ്റേ മുറിവെണ്ണയാണ്. എനിക്ക് ഈയിടയ്ക്ക് മുട്ടുവേദന വന്നായിരുന്നു ഭയങ്കരമായിട്ട്. മുട്ട് സ്റ്റിഫായിട്ടായിരുന്നു ആക്ച്വലി. എനിക്കത് അറിയത്തില്ലായിരുന്നു. കാരണം അധികം കാലനക്കാതൊക്കെ ഇരുന്നിട്ട് അങ്ങനെ വന്നതായിരുന്നു തണുപ്പായപ്പം. അപ്പം അതിന് എനിക്ക് ഇവിടെയുള്ള ബ്രൈറ്റി ചേച്ചി, നിങ്ങൾക്ക് അറിയാമായിരിക്കും, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ചേച്ചി എനിക്ക് തന്നതാണ് ഇത്. അതിൻ്റെ കൂടുതൽ തേക്കാൻ വേണ്ടി തന്നതാണ് കർപ്പൂര തൈലം. ഇത് ഞാൻ തുറന്നിട്ട് പോലുമില്ല. ഇത് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് ആക്ച്വലി ഞാൻ തിരിച്ച് ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് എൻ്റെ ബാഗിൽ ഇട്ടത്. പക്ഷേ ഇന്നേ വരെ ഞാനത് കൊടുത്തിട്ടില്ല. അത് ഞാൻ അടുത്ത ദിവസം പോകുമ്പോൾ ഞാൻ കൊടുക്കുന്നതായിരിക്കും.
പിന്നെ ഇത് ഗ്ലാമറിൻ്റെ ഒരു സ്പ്രേ ആണ്. ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇവിടെ ഈ നമ്മൾ കുളിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ നല്ല മണമായിരിക്കണം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ എടുത്ത്, പുറത്ത് പോകുമ്പോൾ മാത്രമല്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ ഹോമിലൊക്കെ ഇരിക്കുമ്പോഴാണേലും എടുത്ത് അടിക്കും. എനിക്കിഷ്ടമുള്ള പരിപാടിയാണ്. അത്ര നല്ലതൊന്നും അല്ല, പക്ഷെ എനിക്കിഷ്ടമാണ്. ഇത് ആക്സിസ് പാരീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഗ്ലാമർ. ഇത് ഞാനിവിടെ പെർഫ്യൂം ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചാണ്. ഓഫർ കിട്ടിയ സാധനമാണ്, പക്ഷെ നല്ല മണമാട്ടോ. ഇത് പെണ്ണുങ്ങൾക്കുള്ളതാണ്. ഇത്രയായി ഉപയോഗിച്ച്. പിന്നെ 2 ഓറഞ്ച്. ഇത് ആക്ച്വലി ഞാൻ കഴിഞ്ഞ ആഴ്ച ഡ്യൂട്ടിക്ക് പോയപ്പോൾ എടുത്തിട്ടതാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ ഇതാണ് ഏറ്റവും കോമഡി. ഇത് ഞങ്ങൾ ആക്ച്വലി ഇവിടെ നമ്മൾ ബർമിംഗ്ഹാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. എൻ്റെ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ അവിടെ പോകുന്ന വീഡിയോസ്. അവിടെ നമ്മൾ പോയപ്പം ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കമ്പനി, ഈ മേക്കപ്പ് കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അവർ അവരുടെ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊമോഷനായിട്ട് നമ്മുടെ സ്കിൻ ടെസ്റ്റ് ചെയ്ത് അവർ നമുക്ക് സ്കിന്നിന് ചേരുന്ന ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് തരും. അപ്പം അങ്ങനെ ഞാൻ ചുമ്മാ അടുത്ത് പോയപ്പോൾ എനിക്ക് അവർ തന്നതാണ്. ഇതുവരെ ഞാൻ തുറന്ന് ഉപയോഗിച്ചിട്ടും ഇല്ല, നോക്കിയിട്ട് പോലും ഇല്ല. എന്തായാലും കളയും, കാരണം ഞാൻ ഈ സാധനം ഉപയോഗിക്കേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല ഇപ്പം. അപ്പം ഞാൻ എന്തായാലും ഇത് കളയും. അങ്ങനെ കിട്ടിയതാണ്. പിന്നെ ഇതിനകത്ത് ഏതോ ഒരു എന്തിൻ്റെയോ മരുന്ന് പെട്ടിയുടെ പകുതി ഇത് കൂടെ കാർഡ്ബോർഡ് കീറിപ്പോയത്, കവർ കീറിപ്പോയത്. പിന്നെ ഒരു ഓറഞ്ചിൻ്റെ തൊലി. ഇത്രയൊക്കെ ഉള്ളൂ ഈ കള്ളിയിൽ. ഇനി നമുക്ക് അടുത്ത കള്ളിയിലേക്ക് പോകാം. ആക്ച്വലി എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗിൽ ഇത്ര സാധനമൊക്കെ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോകുന്നതിനകത്തൊന്നും വലിയതും കാണത്തില്ല. എന്നാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും എനിക്കിത് എംപ്റ്റി ചെയ്യണം, അപ്പോൾ പിന്നെ വേറെ വഴിയില്ലല്ലോ. അടുത്തത് ഈ ബാഗിനുള്ളിൽ എനിക്കൊരു വേറൊരു ബാഗുണ്ട്. ഇതെൻ്റെ ഫുഡ് ബാഗാണ്. അപ്പം ഇതിനകത്താണ് ഞാൻ എൻ്റെ ഫുഡ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. കാരണം ഈ ബാഗിലേക്ക് ഇട്ട് എങ്ങാനും ഇനിയിപ്പോൾ എന്തെങ്കിലും ചാറുകറിയൊക്കെ ഉണ്ടെങ്കിലും വീണ് ബാഗ് കൊള്ളാണ്ടെന്ന് വിചാരിച്ച് ഇതിനകത്ത് ഇട്ടുകൊണ്ട് പോകുന്നത്. ഇത് ആക്ച്വലി സ്കെച്ചേഴ്സിൻ്റെ ബാഗാട്ടോ. നമ്മൾ സ്കെച്ചേഴ്സിൽ നിന്ന് ഷൂ വാങ്ങിയപ്പോൾ എനിക്ക് ഇട്ട് കിട്ടിയതാണ്. ഞാൻ ഇതിനകത്താണ് കൊണ്ടുപോകുന്നത്. കാണിച്ചു തരാം. ഇതെൻ്റെ ലഞ്ച് ബോക്സ്. ഫുഡ് കൊണ്ടുവന്ന ബോക്സ്. ലഞ്ചെന്നൊന്നും പറയാൻ പറ്റില്ല, എന്താണെങ്കിലും. ഇത് ഞാൻ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന ബോക്സ്. ഇന്നലെ കൊണ്ടുപോയ ഫ്രൂട്ട്സ് ആണ്. പ്ലം അതേപടി ഉണ്ട്, കഴിച്ചിട്ടില്ല. അപ്പം നിങ്ങളായിരിക്കും ഓറഞ്ച് അങ്ങനെ ഫ്രണ്ട് ഇട്ടേന്ന്. ഇത് ഞാൻ പാക്ക് ചെയ്ത് റെഡിയായിട്ട് എടുത്ത് വെക്കുന്നതായിരിക്കും. പ്ലം ഒക്കെ. ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഇറങ്ങാൻ നേരത്ത് ഇങ്ങനെ ഡൈനിങ് ടേബിൾ ഇരിക്കുന്നതാണ് എടുത്തോണ്ടാണ് 2 എടുത്തേക്കാന്ന് കരുതി അങ്ങനെ എടുത്ത് ബാഗിലിട്ടുകൊണ്ട് പോകുന്നതാണേ. പിന്നെ ഇത് അവിടെ പാത്രം കാര്യങ്ങളൊന്നും കാണേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇത് ഞാൻ ചായ കുടിക്കുന്ന കപ്പ്. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഫുഡ് കൊണ്ടുപോകുന്ന ബാഗിൽ. ഇത്രയും കഴിച്ചിട്ട് ഞാൻ എന്താ നന്നാവാറ്റെന്ന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആലോചിക്കാറുണ്ടോ? എൻ്റെ വീട്ടുകാർ ആലോചിക്കാറുണ്ട് ഇത് ഞാൻ കഴിക്കുന്നുണ്ട്. എൻ്റെ ചേച്ചി എപ്പോഴും ചോദിക്കാറുണ്ട്, ഇത്രയും തിന്നിട്ട് നീ എന്താണ് വണ്ണം വയ്ക്കാത്തതെന്ന്. എനിക്കും അറിയത്തില്ല, ചിലപ്പോൾ മനസ്സ് നന്നാവാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ഇത് ഈയിടെ ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു സാധനമാണ്. ഇത് ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഒരു അമ്മമ്മയുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം ഇത് വാങ്ങണം. അപ്പം ഈയിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഷോപ്പിങ്ങിന് പോയപ്പോൾ കണ്ടതാണ്. ഇത് നമ്മുടെ സ്മൂത്തി, ജ്യൂസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി കുടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സുഖമായിട്ട് കുടിക്കാൻ പറ്റും ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പം ഞാൻ സ്ഥിരം അതുകൊണ്ട് ഇപ്പോൾ സ്മൂത്തി കൂടിയാണ് ഇതിനകത്ത് കുടിക്കാൻ വേണ്ടി മാത്രം സ്മൂത്തി അടിച്ച് ഇതിനകത്ത് ഒഴിച്ച് കൊണ്ടുപോകും ജോലിക്ക് പോകുമ്പം. അതാണ്. പിന്നെ ഈ കള്ളിയിലൊന്നുമില്ല കേട്ടോ, ആ കള്ളി എംറ്റി ആയി. ഇത് നമ്മുടെ ലാസ്റ്റ് കള്ളി തുറക്കാം. അതൊന്നും ഇത് ഞാൻ എൻ്റെ കാലിന് മുട്ടുവേദന വന്നപ്പം ഇട്ടുകൊണ്ടിരുന്ന നീ ക്യാപ്പാണ്. ഇത് ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ടേക്ക്, കാരണം എനിക്ക് എപ്പോഴാണ് മുട്ടുവേദന വരുന്നതെന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് എങ്ങാനും ഇനി ജോലി സമയത്ത് എങ്ങാനും വന്നെങ്കിൽ അന്നേരം പിന്നെ മേടിക്കാൻ പോകാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ അതിനകത്തിട്ട് വെച്ചേക്കുന്നതാണ്. കിടന്നോട്ടെ. പിന്നെ ഹോട്ട് ബാഗ്. ഇത് ആക്ച്വലി എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടാറുള്ളൊരു സാധനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഇവിടെ ഇപ്പോൾ തണുപ്പാണ്. അപ്പം എനിക്ക് മെയിനായിട്ട് ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പീരിയഡ്സ് ഒക്കെ ആയി വയറുവേദന വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി ചൂട് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു ആശ്വാസം. അപ്പം അതിനുവേണ്ടിയാണ് ഞാൻ എടുത്ത് ബാഗിൽ വെച്ചേക്കുന്നത്. ഇതന്നെ ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതെൻ്റെ 3ാമത്തെ ഹോട്ട് ബാഗാണ്. 2 എണ്ണം എൻ്റെ പൊട്ടിപ്പോയി. അപ്പോൾ ഇത് ഈ ഇടയ്ക്ക് പുതിയതായിട്ട് മേടിച്ചാണ്. 2-3 ദിവസമായതുള്ളൂ മേടിച്ചിട്ട്. പിന്നെ 2ാമത്തെ കാര്യം എന്ന് വെച്ചാൽ തണുപ്പ് കൂടുമ്പം ഞാൻ ഇതിനകത്ത് ചൂടുവെള്ളം നിറച്ച് വെച്ചിട്ട് അത് ചവിട്ടി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ചിലപ്പം നല്ല സുഖമായിട്ട് ഉറങ്ങാനും പറ്റും. അപ്പോൾ അത്രയാണ്. പിന്നെ എൻ്റെ ബാഗിൽ ഒന്നുമില്ല ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ കുടഞ്ഞു ഇട്ട് കഴിഞ്ഞാൽ കുറേ പൊടി മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരു കള്ളിയുള്ളത് ഇത് ബാഗിൻ്റെ കവറാണ് കേട്ടോ. ബാഗ് നമ്മൾ മഴയൊക്കെ വരുമ്പം കൊണ്ടുപോകാനുള്ള, ഞാൻ തുറക്കാറൊന്നുമില്ല, പൂപ്പലൊക്കെ പിടിച്ചിരിക്കുമായിരിക്കും. ഇതാണ് ബാഗ് കവർ ചെയ്യാനുള്ള ഇത് കൂട്ടാണ് കേട്ടോ. അപ്പം ഇതിന് വരെയുണ്ട് കറിയുടെ മണം. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ജോലിക്ക് കൊണ്ടുപോകുന്ന ബാഗിലുള്ളത്. പിന്നെ
എല്ലാവരുടെയും ബാഗിൽ ഇതൊന്നും ആയിരിക്കത്തില്ല കേട്ടോ. ഇത് എൻ്റെ മാത്രം ബാഗിലെ സാധനങ്ങളാണ്, ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങൾ മാത്രമാണ്. ഇതിനകത്തൊന്നും എക്സ്ട്രാ ആയിട്ട് ഞാൻ വേറെ ഒന്നും കൊണ്ടുപോകാറില്ല എൻ്റെ ബാഗിലായിട്ട്. കുട ആക്ച്വലി ഉണ്ടായിരുന്നതാണ്, കുട എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പുറത്ത് പോയപ്പോൾ മഴ പെയ്തപ്പോൾ എടുത്തായിരുന്നു, അത് മിക്കവാറും റൂമിലായിരിക്കും. അത്രയും സാധനങ്ങളൊക്കെയാണ്. അപ്പം ഗൈസ് ഞാനപ്പോൾ എൻ്റെ ബാഗ് കൊണ്ട് കഴുകാം. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ജോലിക്ക് കൊണ്ടുപോകുന്ന ബാഗിലുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ. ഇനി ഇവയെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ബാഗ് കഴുകാൻ പോവുകയാണ്. അപ്പം എന്താണ് ക്ലീശ ഡയലോഗ് ഒന്നും ഇനി പറഞ്ഞ് ഞാൻ വെറുപ്പിക്കാൻ നിൽക്കുന്നില്ല, വീഡിയോയ്ക്ക് ലെങ്തും കൂട്ടുന്നില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഫ്രഷ് കണ്ടന്റ് ഒന്നും അല്ലാന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇനി വരുന്ന വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ വീഡിയോ കാണുമ്പോൾ എപ്പോഴും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നിങ്ങൾക്കറിയാലോ യൂട്യൂബിൻ്റെ പോളിസി കാര്യങ്ങളൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇന്നത്തെ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ.